ഇ ഡി റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമായ ഒരു കാര്യമാണ്. ഇ ഡി പ്രവർത്തിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെയും RSSൻ്റെയും നിയന്ത്രണത്തിലാണ്. ഇന്ത്യയിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാർ MK സ്റ്റാലിൻ, അഖിലേഷ് യാദവ് അതുപോലുള്ള നേതാക്കന്മാർ വളരെ ശക്തമായി ഈ ഇ ഡി റെയ്ഡിനെ അപലപിച്ചു. കാരണം ഇ ഡിയെ ഉപയോഗിച്ച് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. കേരളത്തിൽ ഈ റെയ്ഡ് നടത്താൻ ഉപോത്ബലകമായ സംഭവത്തെ സംബന്ധിച്ച് ചർച്ചകൾ കുറേ കാലമായി നടക്കുകയാണ്. ആ ചർച്ചകളുടെ അടിസ്ഥാനമായ വിഷയം കോടതികളിൽ കയറിയിറങ്ങി കേരള ഹൈക്കോടതി തന്നെ അത് ബേസ്ലെസ് ആണ് എന്ന മട്ടിൽ അഭിപ്രായം പറഞ്ഞതുമാണ്. അതുകൊണ്ടാണ് ഇ ഡി ഉദ്ദേശിച്ചതുപോലുള്ള ഒരു ആക്രമണം നടത്താൻ കഴിയാതെ പോയത്, കാലതാമസം വന്നത്. പെട്ടെന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഒരു അനുകൂലമായ വിധി വന്നപ്പോൾ ചാടിക്കേറി 12 കേന്ദ്രങ്ങളിൽ റെയ്ഡ് എന്നൊക്കെ പറഞ്ഞ് ഒരു ഭീകരാവസ്ഥ സൃഷ്ടിക്കുക. ഈ SIFയുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്പനി നിയമവിരുദ്ധമായി പലർക്കായി നൽകിയ പണത്തിൻ്റെ കണക്കുകളൊക്കെ പുറത്തു വന്നിരുന്നു. അന്വേഷണ ഏജൻസികൾ നടത്തിയ അന്വേഷണത്തിലൂടെ പുറത്തു വന്നു. എന്നാൽ വീണയുടെ കമ്പനി ആ കൂട്ടത്തിൽപ്പെട്ടതല്ല. കമ്പനീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത ഒരു സ്ഥാപനം മറ്റൊരു കമ്പനിയുമായി ഒരു പ്രവൃത്തി സംബന്ധിച്ച് കരാറുണ്ടാക്കി. ആ കരാറനുസരിച്ചുള്ള പ്രതിഫലം വാങ്ങിയ പ്രതിഫലം ഇൻകം ടാക്സിന് റിട്ടേൺ ഫയൽ ചെയ്തു. എല്ലാ നിയമവും പാലിച്ചുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇതിനോടൊപ്പം വെളിയിൽ വന്ന രാഷ്ട്രീയ നേതാക്കന്മാരായ ആളുകൾ പണം കൈപ്പറ്റിയത് സംബന്ധിച്ച് എന്ത് അന്വേഷണമാണ് ഇ ഡി നടത്തിയത്? അവർ ഈ പണം വാങ്ങിയത് നിയമവിധേയമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇത് തികച്ചും മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെയും CPMനെയും ഇടതുപക്ഷത്തെയും ക്രൂശിക്കാനുള്ള ഒരു ആയുധമാക്കി ഉപയോഗിക്കാനാണ് ഇ ഡി ശ്രമിച്ചത്. ഇ ഡി എല്ലായിടത്തും ചെയ്യുന്നത് ഇത് തന്നെയാണ്. ഇത് അനാവശ്യമാണെന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമാണ്. വീണ എന്ന വ്യക്തി നിയമാനുസൃതം രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനി എന്ന നിലയിൽ അവരുടെ സ്ഥാപനം മറ്റൊരു കമ്പനിയുമായി ഉണ്ടാക്കിയ കരാറനുസരിച്ച് പ്രവർത്തിയെടുത്തതിനെ കുറിച്ചാണ് ഇ ഡിക്ക് അന്വേഷിച്ചറിയേണ്ടതെങ്കിൽ CPIM നേതാവായ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് 10 വർഷം മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ 80 വയസ്സിലേറെ പ്രായമുള്ള ഏറ്റവും ബഹുമാന്യനായ ഒരു നേതാവിനെ സ്വന്തം വീട്ടിൽ തടഞ്ഞു വെച്ചിട്ട് ഈ അന്വേഷണം നടത്തേണ്ട കാര്യം എന്താ? പിണറായി വിജയൻ ഇതിൽ പ്രതിയാണോ? പിണറായി വിജയനിൽ നിന്ന് എന്ത് വിവരമാണ് ഇ ഡിക്ക് കിട്ടേണ്ടിയിരുന്നത്? അപ്പം ഇതൊക്കെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തകർക്കാനുള്ള നികൃഷ്ടമായ ഗൂഢാലോചനയാണ്. അതിനെതിരെ ജനങ്ങളുടെ രോഷം ഉയർന്നിട്ടുണ്ട്. സ്വാഭാവികമാണ്. രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും നാഷണൽ ഹെറാൾഡ് കേസിൽ ചോദ്യം ചെയ്യാൻ ഇ ഡി വിളിപ്പിച്ചപ്പോൾ എന്തെല്ലാം ബഹളങ്ങളാണ്, സമരങ്ങളാണ് ഡൽഹിയിൽ കോൺഗ്രസ് നേതാക്കന്മാർ സംഘടിപ്പിച്ചത്. കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രി, രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിനെയൊക്കെ വാരി വലിച്ച് എടുത്തുകൊണ്ട് പോകുന്ന ചിത്രം എല്ലാവരും കണ്ടതാണ്. അപ്പം ഇത് ഇ ഡി നടത്തിയിട്ടുള്ളത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെയും അറിവോടുകൂടിയാണ്. തനിക്കൊന്നും അറിയില്ല എന്നാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞത്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് ഒരു വിവരവും കിട്ടിയില്ല. എന്നാൽ പിന്നെ പോലീസ് അവിടെ എന്തിനാ പോയത്? ഒരു വിവരവും കിട്ടാതെ. ആഭ്യന്തര വകുപ്പിന് നേരായ വിവരം കിട്ടുന്നില്ലെങ്കിലും ഇവിടെ ഒരു ഇന്റലിജൻസ് സംവിധാനമില്ലേ കേരളത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ? ആവശ്യമായ മുന്നൊരുക്കം അവർ നടത്തേണ്ടതല്ലേ? പിണറായി വിജയനെ പോലുള്ള ഏറ്റവും പ്രഗത്ഭനായ CPMന്റെ ഏറ്റവും മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ തടഞ്ഞു വെച്ച് ഹരാസ് ചെയ്യുന്നു എന്ന വിവരം കിട്ടിയാൽ സ്വാഭാവികമായി അതിനൊരു വികാരം ഉണ്ടാവൂ എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ പോലീസിനുണ്ടാവണ്ടേ, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഉണ്ടാവണ്ടേ? ഇ ഡി ഉദ്യോഗസ്ഥന്മാരെ മർദ്ദിക്കുക അല്ലെങ്കിൽ അവരെ ആക്രമിക്കുക എന്ന ലക്ഷ്യം സമരക്കാർക്കോ പ്രക്ഷോഭക്കാർക്കോ ഉണ്ടായിരുന്നില്ല. പ്രക്ഷോഭം നടത്തിയവർ പ്രതിഷേധിക്കുക മാത്രമാണ് ചെയ്തത്, വളരെ സമാധാനപരമായി.
ഒരു കേന്ദ്രത്തിൽ മാത്രമല്ല, കോഴിക്കോടും കണ്ണൂരിലും ഒക്കെ പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മറ്റേത് ED ഉദ്യോഗസ്ഥന്മാർ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിന് നേരെ കയ്യേറ്റമുണ്ടായി എന്ന് പറയുന്ന സംഭവം തികച്ചും യാദൃശ്ചികമാണ്. അത് മുൻകൂട്ടി തീരുമാനിച്ചതോ പ്ലാൻ ചെയ്തതോ അല്ല. അങ്ങനെ CPM പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ എല്ലാ വാഹനത്തിനും കേടുപാട് പറ്റണ്ടേ? അങ്ങനെ തീരുമാനിച്ചിരുന്നെങ്കിൽ കോഴിക്കോട് കേടുപാട് പറ്റണ്ടേ? അപ്പോൾ അതൊരൊറ്റപ്പെട്ട സംഭവമാണ്. അത് നിയമാനുസൃതം നടപടിയെടുക്കുന്നതിന് ഞങ്ങളാരും തടഞ്ഞിട്ടില്ല. ഇന്നലെ അവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പാളയം ഏരിയ കമ്മിറ്റി ആഫീസിന് മുമ്പിൽ പോലീസ് സന്നാഹം വന്നപ്പോൾ നേതാക്കന്മാർ പറഞ്ഞു, നിയമാനുസൃത നടപടിയെടുക്കാം, പക്ഷേ ആഫീസിൽ കയറാൻ പറ്റില്ല. അവിടെ മാത്രമേ തർക്കം ഉണ്ടായിരുന്നുള്ളൂ. നിയമാനുസൃത നടപടിയെടുക്കുന്നതിന് എന്താണ് പ്രശ്നം? CPIM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെയാണ് ഡൽഹിയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അതിനൊന്നും തടയുന്നില്ല, അതല്ലെങ്കിൽ തടസ്സപ്പെടുത്താൻ പോകുന്നില്ല. അപ്പം ഇത് CPIM-നെ തകർക്കാനുള്ള ഒരു ഗൂഢാലോചന ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് മനസ്സിലായതിൻ്റെ രോഷമാണ് ജനങ്ങൾ പ്രകടിപ്പിച്ചത്.